ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ട് തന്നെ ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അതുപോലെ നമ്മുടെ എല്ലാ വീഡിയോസും കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒത്തിരി ഒത്തിരി ബിഗ് താങ്ക്സ് ഉണ്ട്. നമ്മുടെ പേജിലേക്ക് പുതിയതായിട്ട് വരുന്ന എല്ലാവർക്കും ഹാർട്ടി വെൽക്കം ടു അവർ പേജ്. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ വേഗം തന്നെ ലൈക്ക് ചെയ്യുക, നമ്മുടെ പേജ് ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക. അപ്പോൾ ഇന്ന് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. ഒരുപാട് ഡിഫറെൻ്റ് ഒന്നും നിങ്ങൾ വിചാരിക്കേണ്ട, ഭയങ്കര വലിയ സംഭവമൊന്നുമല്ല കേട്ടോ. എന്നാലും ചെറിയൊരു വെറൈറ്റി ആയിട്ടാണ് ഇന്ന് വീഡിയോ ചെയ്യുന്നത്. നമ്മൾ സാധാരണ കുക്കിങ്ങൊക്കെ വീട്ടിൽ ചെയ്യുന്ന ക്വാണ്ടിറ്റിയില്ലേ, ആ ക്വാണ്ടിറ്റി ഒന്ന് ചെറുതാക്കിയാൽ എങ്ങനെ ഉണ്ടാവും? ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലോണമൊക്കെ ചെറുതാക്കുക. അപ്പോൾ ഏറ്റവും മിനിമൽ ക്വാണ്ടിറ്റിയിൽ കുക്കിംഗ് ചെയ്താൽ എങ്ങനെ ഉണ്ടാകും എന്നാണ് ഇന്ന് പരീക്ഷിക്കാൻ പോകുന്നത്. സാധാരണ എല്ലാവരും വലിയ വലിയ ക്വാണ്ടിറ്റി ആണല്ലോ ശ്രമിക്കാറ്. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് തീരെ കുഞ്ഞു ക്വാണ്ടിറ്റിയിലാണ് നമ്മളിന്ന് കുക്ക് ചെയ്യാൻ പോകുന്നത്. നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നോടൊപ്പം നിങ്ങളും. അപ്പം ഇന്ന് അമ്മ പങ്കെടുക്കുന്നില്ല കേട്ടോ, ഇന്ന് ഞാൻ ഒറ്റയ്ക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ്, ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ എല്ലാ വീഡിയോസും കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരും ഈ വീഡിയോയും ഒരുമിച്ച് തന്നെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പേജ് ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് ചോറും ഒരു മെഴുക്കുരട്ടിയാണ് ഉണ്ടാക്കുന്നത്. അത്രയ്ക്കുള്ള സമയം ഉണ്ടാവുള്ളൂ, കാരണം മഴ ഏത് സമയവും പെയ്തേക്കാം. അപ്പോൾ നമുക്ക് വേഗം തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ സെറ്റ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ക്യാരറ്റും മെഴുക്കുരട്ടിയാണ് കേട്ടോ ആദ്യം ഉണ്ടാക്കണേ. അപ്പോൾ ക്യാരറ്റ്, ഉള്ളി, വെളുത്തുള്ളി, ഇത് നമ്മുടെ മസാലക്കൂട്ടങ്ങളാണ് കേട്ടോ. മസാലക്കൂട്ടങ്ങളിൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇറച്ചി മസാല, ഉപ്പ്, ഇത്ര മാത്രം മതി. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മളൊരു തകർപ്പൻ മെഴുക്കുരട്ടിയാണ് ഇന്ന് മിനിയേച്ചർ കുക്കിങ്ങിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതെ, എണ്ണ മാത്രം വലിയ കുപ്പിക്കകത്ത് കേട്ടോ വെച്ചേക്കണേ. പിന്നെ ഒരു സ്പൂണും ഉണ്ട് ഇളക്കാനായിട്ട് ഇതേ ഇരിക്കുന്നു. അപ്പോൾ നമ്മുടെ സംഗതികളും അടുപ്പും ഒക്കെ ഞാൻ സെറ്റ് ചെയ്യാൻ പോവാണ്. ദേ ഷോ കാക്ക, ദേ ഇതാണ് നമ്മുടെ മിനിയേച്ചർ അടുപ്പ്. കുഞ്ഞടുപ്പല്ലേ, നല്ല രസമല്ലേ കാണാനായിട്ട്. ഈ കാക്ക മഹാശല്യാണ്. പോയി 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 ഇനി നമുക്ക് ദാ സെറ്റായിട്ടോ, നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണേ. ആദ്യം കുറച്ച് നമുക്ക് ഓയിൽ ഒഴിക്കാം. ഓയിൽ ഇത്ര മതി. പുക വന്നുണ്ട്, നമുക്ക് പുകയൊന്ന് വീശി കൊടുക്കാം. തീ കത്ത് പിടിക്കണേ ഉള്ളൂ, അതുകൊണ്ടാണ് പുക വരുന്നത് കേട്ടോ. ആദ്യം ഓയിലൊക്കെ ഒഴിച്ചു. അപ്പോൾ തീ ഒന്ന് ഞാൻ നന്നായിട്ട് കത്ത് പിടിപ്പിക്കട്ടെ കേട്ടോ. എണ്ണ തിളച്ചു തുടങ്ങി. നമ്മൾ ഉള്ളി ഇട്ടു. ഉള്ളി മൂക്കണമല്ലോ. കുറച്ച് വെളുത്തുള്ളി ഇട്ടു. ഉള്ളി ഒന്ന് പതുക്കെ ഒന്ന് സോട്ടായതിന് ശേഷമാണ് നമ്മൾ വെളുത്തുള്ളി ഇട്ടത്. അപ്പോൾ പെട്ടെന്ന് ഇതാവാനായിട്ട് ലേശം ഉപ്പിട്ടാൽ മതി. കണ്ടോ, ഇനി ഇത് സോട്ടാവണം. തീ നമുക്ക് ഇത്തിരി കുറവാണ്, ഉള്ളത് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണത്. അപ്പോൾ അതൊക്കെ ഒന്ന് സവാളയൊക്കെ ഒന്ന് വാടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ബാക്കി മസാലകളും മുളക് പൊടിയും ഒക്കെ ഇടാം കേട്ടോ. കുറേ നേരം നിന്ന് കഴിഞ്ഞാൽ ഇത് തീ ഇത്തിരി കുറവാണ്, കുഞ്ഞടുപ്പല്ലേ, അതുകൊണ്ട് ഒരു ഹാഫൊക്കെ ഒന്ന് സോട്ടായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് മസാലകളിടാം. മസാലകൾ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇതൊക്കെയാണ് നമ്മുടെ മസാലകൾ. ഇത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇത് മീറ്റ് മസാല, ഉപ്പ് നമുക്കിടേണ്ട ആവശ്യമില്ല, ബാക്കിയെല്ലാം നമുക്കിടാം. ആദ്യം ലേശം മുളക് പൊടി എടുക്കാം. ലേശം മുളക് പൊടി, ലേശം മഞ്ഞൾപ്പൊടി, ലേശം മീറ്റ് മസാല,
ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഒന്ന് മൂത്ത് കഴിയുമ്പോഴാണ് നമ്മൾ ക്യാരറ്റ് ഇട്ട് കൊടുക്കണം കേട്ടോ. ഒന്ന് മൂക്കട്ടെ. തീ ലേശേ കത്തുന്നുള്ളൂ, ഇടയ്ക്ക് കെട്ടു പോകുന്നുണ്ട്. കുഞ്ഞടുപ്പല്ലേ, കുഞ്ഞു പാത്രമല്ലേ, അതുകൊണ്ടാണ്. പക്ഷെ നല്ല ചൂടുണ്ട് കേട്ടോ പാത്രത്തിനൊക്കെ. നമ്മുടെ സംഭവം ഏകദേശമൊക്കെ ഒന്ന് സോട്ടായി വന്നു കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ക്യാരറ്റ് ആഡ് ചെയ്യാം. ക്യാരറ്റ് ആഡ് ചെയ്യാം കേട്ടോ. തീ നല്ല അടിയിൽ നല്ല ചൂടുണ്ട്, അപ്പോൾ അതങ്ങനെ ആ ചൂടത്തിരുന്ന് വെന്തോളും. ഇനി ക്യാരറ്റ് ആഡ് ചെയ്യാം ലേശം. ഇത്ര മതി, ഇതാണ് കറക്റ്റ്. ഇനി അതവിടെ ഇരുന്ന് സോട്ടാവട്ടെ. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. മൂടി വയ്ക്കേണ്ടതാണ്, പക്ഷേ കുഴപ്പമില്ല, കാരണം തീ അധികം കത്തുന്നില്ലല്ലോ. അപ്പോൾ നമുക്ക് പതുക്കെ ഇങ്ങനെ ഇരുന്ന് ഇളക്കി കൊടുക്കാം. ഫുൾ സ്വിങ്ങിൽ തീ കത്തുന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒന്ന് മൂടി വയ്ക്കാം. പക്ഷേ ഈ തീ ഫുൾ കത്താത്തതുകൊണ്ട് നമുക്ക് മൂടി വയ്ക്കണ്ട, കാരണം വല്ലാണ്ട് അങ്ങ് കത്തിയൊന്നും പോവില്ല. സംഭവം നല്ല കിഡുമായിട്ടുണ്ട് കേട്ടോ. കുറച്ചും കൂടി വേവാനുണ്ട്, പക്ഷേ നമ്മുടെ തീയിലിരുന്ന് ഇങ്ങനെ ആ ചൂടത്ത് ഇങ്ങനെ വെന്തോളും. അപ്പോൾ കുറച്ച് ടൈം എടുക്കും വേവ് കംപ്ലീറ്റ് ചെയ്യാൻ. അപ്പം നമ്മുടെ ക്യാരറ്റ് മെഴുക്ക് വരട്ടി ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് വേഗം തന്നെ ചോറ് വെക്കണ്ടേ. ചോറ് വെക്കാനായിട്ട് ഇതേ നല്ല ക്യൂട്ടൊരു കലത്തിൽ ഞാൻ കുറച്ച് പച്ചരി എടുത്തിട്ടുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ വേഗം വേവില്ല, നമുക്ക് രാത്രിയൊക്കെ ആവാറായി, രാത്രിക്ക് മുമ്പ് നമുക്ക് സംഭവം ഉണ്ടാക്കണ്ടേ. അപ്പം നല്ല ക്യൂട്ടായിട്ടുള്ളൊരു പാത്രമല്ല, എന്ത് രസമല്ലേ കാണാനായിട്ട്. എനിക്ക് കൊതിയാവിടും. ഇനി ഇത്തിരി വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അടുപ്പിൽ വെച്ചിട്ട് കാണിക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചോറൊക്കെ സെറ്റായി. ഇത് ചോറൊക്കെ നന്നായി വെന്തു. ആഹാ, അടിപൊളി. നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേഗം വാങ്ങി വെക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇനി ഇവിടെ ഇരുന്ന് അടി പിടിച്ചു പോകും. കണ്ട, ചോറൊക്കെ നന്നായി വെന്തു. ഇനി നമുക്ക് വാങ്ങിയിട്ട് അമ്മനെ കണ്ട് ടേസ്റ്റ് ചെയ്യിപ്പിക്കാം. ഇത് നിങ്ങൾക്ക് ഇത്രയും നേരം വീഡിയോ ക്ഷമിച്ച് കണ്ടിരുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കല്ലേ ആദ്യം തരണ്ടേ. ഇത് നിങ്ങൾക്ക് ചോറ്. ഇനി ചോറും കറിയും മിക്സ് ചെയ്ത് കാണിക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കൊച്ചു പാചകം ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. മിനിയേച്ചർ കുക്കിംഗ് ആണ് നമ്മളിവിടെ കഴിഞ്ഞത്. ഇത് ചോറ്, ഇത് നമ്മുടെ ക്യാരറ്റ് മെഴുക്ക് വരട്ടി. ഈ രണ്ട് പാത്രവും ഇവക്കടെ ചെറുപ്പത്തില് കുറേ ചട്ടിയും കലും ഉണ്ട്. ഇങ്ങനെ കുഴയുള്ള ചീനിച്ചിട്ടുണ്ടായിരുന്നു, അത് പൊട്ടിപ്പോയെന്ന് എനിക്ക് തോന്നണേ. കുറേ പാത്രങ്ങളുണ്ട് സോസ്പാൻ പോലത്തേക്ക്. അതെല്ലാം പുറത്ത് ഇങ്ങനെ തീ കൂട്ടി അടുപ്പ് വെച്ച് വേനൽക്കാലത്തുള്ള പണിയായിരുന്നു നിന്റെ. കഞ്ഞി വെക്കല് ഏതാണ്ടൊക്കെ ചെയ്യുമായിരുന്നു നീ. അതിൽ ചായ തകത്തലോ. ഇനി അമ്മ ഇത് രുചിക്കാൻ പോവാണ്. അമ്മയുടെ എക്സ്പ്രഷൻ ഇപ്പൊ ഒന്ന് കണ്ടോ, രുചിച്ച് കഴിഞ്ഞിട്ട് എങ്ങനെയാന്ന് അറിയാൻ മേലാട്ടോ. ഇത് കണ്ടാ അറിയാൻ നല്ലതാണ്. കഞ്ഞിയുടെ വെള്ളമൊക്കെ പറ്റി ചോറായി അല്ലേ? ചോറെന്ന് തന്നെ പറയാ. പച്ചരിച്ചോറ്. പച്ചരി എടുത്തത് വേഗം വേവൂലോന്ന് എഴുതിയിട്ടാ. പാലക്കാടൻ മട്ട റൈസ്. ഇത് പാലക്കാടനാണോ? അല്ല, പാലക്കാടൻ മട്ട റൈസ് ആണ് നമ്മൾ യൂസ് ചെയ്യണത്. ഇത് അയ്യാറട്ടിന്റെ പച്ചരി, ഇഡലി അപ്പൊക്കെ ഉണ്ടാക്കാനുള്ള പച്ചരി. ഇനി അത് ക്യാരറ്റ് മെഴുക്ക് വരട്ടി, അത് മൊത്തം ഇട്ടോ. നീ കഴിക്കുവോ? ഇത് അമ്മയ്ക്ക് കഴിക്കാനാ. ഞാൻ മൊത്തം ഒന്നും കഴിക്കില്ല.
ഇച്ചിരി മതി. വയറ് നിറഞ്ഞ രാത്രിയിൽ ശരിയാവൂല അധികത. ഇതാണ് നമ്മുടെ ചോറും കറികളും. അമ്മ കഴിച്ചോ? കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് സ്പൂണ് കൊണ്ട് തന്നെ അങ്ങ് എടുക്കാം. ഈ ക്യാരറ്റ് മെഴുക്കുവരട്ടിയുടെ സ്പൂണാട്ടോ ഇതാ. ഇച്ചിരി ക്യാരറ്റും കൂടെ കൂട്ടി എടുത്തോ. അത് എന്നോട് എന്നാ ചെയ്യണ്ടേന്ന് പറയണോ? പാചകം എന്നോട് വലിയ പുള്ളിയൊന്നും അല്ല. അടുക്കളയിൽ പണിയെടുക്കണവർക്ക് അറിയാം എങ്ങനെ കഴിക്കണമെന്നുള്ളത്. ഞാൻ കഴിച്ചു നോക്കട്ടെ കേട്ടോ. ഒന്നും വിടുന്നില്ല. നന്നായിട്ടുണ്ട്. പച്ചരിയുടെ ചോറ് നമ്മളങ്ങനെ വെക്കാത്തത് കൊണ്ട് അതങ്ങനെ ഞങ്ങൾ പച്ചരിച്ചോറ് ഉപയോഗിക്കാറില്ല. പക്ഷേ ചോറും കറിയും വെച്ചത് നന്നായിട്ടുണ്ട്. ഇത്രയേ പറയാനുള്ളൂ. കറിക്ക് അതിന് പൊടിക്ക് ഉപ്പും കൂടെ വേണമെന്ന് എനിക്ക് തോന്നുന്നു. ഉപ്പ് മാത്രം, വേറെ പോരായ്മകളൊന്നുമില്ല. അപ്പോൾ കൊള്ളാം. നമ്മുടെ മിനിയേച്ചർ കുക്കിംഗ് അപ്പോൾ സക്സസ് ആയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പിന്നെയും പറയുക. ഞങ്ങൾ ഇനി ഒരുപാട് മിനിയേച്ചർ കുക്കിങ്സ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ തീ കത്താൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു, അതൊരു പ്രശ്നമായിരുന്നു. അതെ 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 അതെ. അപ്പോൾ ഇനി പല പല വെറൈറ്റീസ് മിനിയേച്ചർ കുക്കിംഗ് വീഡിയോ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇച്ചിരി ക്യാരറ്റ് തോരന്, ഇച്ചിരി ചോറും കൂടെ ചേർത്ത് ഇത് നിങ്ങൾക്ക് കേട്ടോ, നിങ്ങൾ കഴിച്ചോളൂ. നല്ല ടേസ്റ്റിയാണ്, കുഴപ്പമൊന്നുമില്ല. ഇറ്റ്സ് നൈസ്. അപ്പോൾ ഇതൊരു ഫണ്ണി ആയിട്ട് ചെയ്തതാണ് കേട്ടോ, ഒരു ഫണ്ണി കൈൻഡ് ഓഫ് വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും എൻജോയ് ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വേഗം തന്നെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്ത് കട്ട സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അടിപൊളി അടിപൊളി.